ഇങ്ങനെ മരണം വരെ ജോലി ചെയ്തൊക്കെ ജീവിച്ചാൽ മതിയോ? ഒന്ന് വിശ്രമിക്കണ്ടേ? അതിന് വേണ്ട ഒരു സേവിങ്സ് ഒക്കെ ഉണ്ടാക്കണ്ടേ? എന്താണ് നിങ്ങളുടെ ഫയർ സ്ട്രാറ്റജി? ഇനി ഫയർ എന്താ, സ്ട്രാറ്റജി എന്താന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂഷൻ വേണ്ട, ഇപ്പോൾ ക്ലിയർ ആക്കി തരാം. നമ്മുടെ ജീവിതശൈലിയെ തീരുമാനിക്കുന്ന വിധമാണ് ഫയർ സ്ട്രാറ്റജികൾ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് എയർലി റിട്ടയർമെന്റ് എന്നും പറയാം. ലളിതമായ ജീവിതശൈലി നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ലീൻ ഫയർ, വിരമിച്ച ശേഷവും ഉയർന്ന ജീവിത നിലവാരവും ആഡംബരങ്ങളും ആഗ്രഹിക്കുന്നവർക്കുള്ള ഫാറ്റ് ഫയർ, മാനസിക സമ്മർദ്ദം കുറഞ്ഞ പാർട്ട് ടൈം ജോലികൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ബരിസ്റ്റ ഫയർ, കോമ്പൗണ്ടിംഗ് ശക്തിയിൽ കേന്ദ്രീകരിച്ചുള്ള കോസ്റ്റ് ഫയർ എന്നിവയാണ് പ്രധാന ഫയർ സ്ട്രാറ്റജികൾ. ഇതിൽ മിഡിൽ ക്ലാസ്സുകാർക്ക് ഏത് ഫയർ സ്ട്രാറ്റജി വേണം എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ മിഡിൽ ക്ലാസ്സിന് ഏറ്റവും അനുയോജ്യമായ ഫയർ സ്ട്രാറ്റജി കോസ്റ്റ് ഫയർ ആണെന്നാണ് വിദഗ്ധർ പറയുന്നത്. ചെറുപ്പകാലത്ത് തന്നെ ജോലി ചെയ്ത് ഒരു നിശ്ചിത തുക ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കുക. റിട്ടയർമെന്റ് പ്രായമാകുമ്പോഴേക്കും അത് വലിയൊരു തുകയായി വളരും. ജീവിതത്തിന്റെ രണ്ടാം പകുതി ആ തുക കൊണ്ട് മനോഹരമാക്കുക. ഈ അവസ്ഥയിൽ മറ്റൊരു ആശങ്ക സ്വന്തം വീട് വേണമോ വേണ്ടയോ എന്നതാണ്. കണക്ക് നോക്കിയാൽ ലാഭം വാടക വീടാണ്. എന്നാൽ മിഡിൽ ക്ലാസ്സിന് ഒരു നിർബന്ധിത നിക്ഷേപമാണ് വീട്. വീട് വയ്ക്കാതെ വാടകയ്ക്ക് ജീവിക്കുമ്പോൾ നല്ല കരുതൽ വേണം. ഇല്ലെങ്കിൽ അവസാനം താമസിക്കാൻ വീടുമില്ല, കയ്യിൽ പണവുമില്ല എന്ന സ്ഥിതിയാകും. അങ്ങനെയെങ്കിൽ വരുമാനത്തിന്റെ കൃത്യമായ ഒരു ഭാഗം ഹോം ലോണിനായും മറ്റൊരു ഭാഗം കോസ്റ്റ് ഫയർ നിക്ഷേപത്തിനായും മാറ്റിവെക്കുക എന്നതാണ് സുരക്ഷിതമായ മാർഗം. ഇനി സ്വന്തമായിട്ട് വീടുണ്ടാക്കി അതിന് ഹോം ലോൺ അടച്ച് എല്ലാം സെറ്റാണെന്ന് വിചാരിക്കരുത്. അവസാനം ലോൺ അടച്ച് തീർന്ന് വീട് കയ്യിലിരിക്കുമ്പോൾ കയ്യിൽ മറ്റു കാശില്ലാതെ വരുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരുന്നു, അങ്ങനെ വീടിൻ്റെ മൂല്യം ഇല്ലാതാവുന്നു. അങ്ങനെ മൊത്തത്തിൽ പൊളിയരുത്. കരുതൽ നിക്ഷേപം എപ്പോഴും ആവശ്യമാണ്. ഇപ്പൊ ക്ലിയർ ആയല്ലോ അല്ലേ ഫയർ സ്ട്രാറ്റജി?